എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മകരം രാശിയെപ്പറ്റി ഒക്ടോബർ മാസം എങ്ങനെയാണ് ഒരു നക്ഷത്ര വിധത്തിൽ, അതായത് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം മകരം രാശിയിലുള്ള ഉത്തിരാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ആചാര്യന്മാരാൽ നിർണയിക്കപ്പെട്ട ഗ്രഹസ്ഥിതിയും, അതായത് നക്ഷത്രസ്ഥിതി അനുസരിച്ച് നമുക്ക് എങ്ങനെ സംഭവിക്കാം എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ന്യൂമറോളജി പ്രകാരമുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവവും അതേമാതിരി DNA അസ്ട്രോളജി, അതായത് അതിൻ്റെ DNA എവിടെയാണെന്നും അതിനുള്ള പരിഹാരങ്ങളും ചേർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ മുഴുവൻ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആലോചനകളും തരണമെന്ന് അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഉത്രാടത്തിൻ്റെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ 30 നാഴിക ചേർന്നാണ് മകരൻ രാശി. മകരൻ രാശി എന്നത് ശനി ഭഗവാന്റെ ഒരു രാശിയാണ്. അതായത് ശനിയുടെ ആധിപത്യത്തിലുള്ള, ശനി ഒരു ഗൃഹനാഥനായ രാശിയാണ്. പക്ഷേ നമുക്കറിയാം, മകരത്തിലുള്ള നക്ഷത്രങ്ങൾ പൊതുവെ ഉത്രാടമായാലും പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രം, ഉത്രാടമായാലും തിരുവോണമായാലും അവിട്ടമായാലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് 7 ശനി, അതായത് ഗോചരത്തിലുള്ള ശനി ഭഗവാന്റെ ഒരു മാറ്റം അവിടെ സംഭവിച്ചു. 7 ശനി മാറി. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, എല്ലാം നല്ലതാണ്, സൂപ്പറാണ്, 7 ശനിയൊക്കെ മാറിയല്ലോ, കാര്യങ്ങളൊക്കെ വ്യക്തമാകും, കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകും എന്നൊക്കെ വിചാരിക്കുമ്പം വീണ്ടും പലതരത്തിലുള്ള വിഷമങ്ങൾ കണ്ടിന്യൂ ആകുന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. നമ്മൾ പൊതുവേ ഞങ്ങളെ മാതിരിയുള്ള യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് എല്ലാം ഒന്നും നമുക്ക് ഒരു യൂട്യൂബിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. യൂട്യൂബ് മാത്രം നമുക്കൊരു കിട്ടുന്ന ഒരു 8-10 നിമിഷത്തിനുള്ളിൽ ഇതെല്ലാം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. ഒരു ഡിഗ്രി എങ്കിലും ഗ്രഹങ്ങൾ മാറിയിട്ടുണ്ടാകും. ഈവൻ ഒരേമാതിരി ജനിച്ചിരിക്കുന്ന 2 കുട്ടികൾക്ക്, അതായത് ട്വിൻസ് എന്ന് നമ്മൾ പറയാറില്ലേ, അവർക്ക് തന്നെ അവരുടെ ജീവിതം പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. രണ്ടും 2 വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ, ഈ നമ്മുടെ